ഉരുൾപൊട്ടലിന്റെ ഭീതിയിലാണ് വയനാട്. ഒരു നിമിഷം കൊണ്ട് പ്രിയപ്പെട്ടവരെ നഷ്ടമായവർ കണ്ണുമുന്നിലൂടെ ജീവൻ നഷ്ടമാകുന്നത് കാണുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ പകച്ചു നിൽക്കേണ്ടി വന്നവർ. കണ്ണിലൂടെ കാണാതെ ആ കാഴ്ചകൾ കാണാൻ സാധിക്കില്ല. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവർ ഞെട്ടൽ മാറിയിട്ടില്ല. ആ നിമിഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഞെട്ടലുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടുകൂടിയാണ് താങ്കൾ ആ ശബ്ദം കേൾക്കുന്നത്. കതറിപ്പിക്കുന്നത് കൂടിയാണ് ദുരന്തമുഖത്തിൽ നിന്നും ആരംഭിക്കുന്നതെന്ന് കർഷകൻ ഷിജു ചാക്കോ പറഞ്ഞു. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെ ഞങ്ങൾ കേട്ട ശബ്ദം കതറിപ്പിക്കുന്നതായിരുന്നു. കോറികളിൽ നിന്നും കേൾക്കുന്നതായിരുന്നു ആ ശബ്ദം. കോറികളിൽ നിന്നും കേൾക്കുന്ന സ്ഫോടനത്തേക്കാൾ ഇരട്ടിയായിരുന്നു എന്ന് ഷാജു പറഞ്ഞു. ശബ്ദം കേട്ട് താനും ഭാര്യയും 10 വയസ്സുള്ള മകനും വീട്ടിൽ നിന്ന് പുറത്തേക്കോടി. ഭാര്യ ഒരു സർജറി കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നുവെന്നും ഇരുട്ടിൽ ചളിയിലൂടെ അങ്ങ് നടന്നു ഞങ്ങൾ എങ്ങനെയാണ് സുരക്ഷിതരായ സ്ഥലത്തേക്ക് എത്തിയതെന്നു പോലും ഞങ്ങൾക്ക് അറിയില്ലെന്നും ഷിജു പറഞ്ഞു. ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളയാർമല സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഷിജുവിൻ്റെ മകൻ. ചെറിയ അരുവി വലിയൊരു നദിയായി മാറി എൻ്റെ വീടിൻ്റെ മുമ്പിലേക്ക് എത്തിയിരുന്നു. എൻ്റെ വീടിൻ്റെ വാതിൽപ്പിടിയിൽ ഒരു വലിയ മാലത്തിൻ്റെ ജഡം കണ്ടു. ഉരുൾപൊട്ടലിൻ്റെ ഉറവിടം വനത്തിനുള്ളിലായിരിക്കും. മാൻ ഒലിച്ചെത്തിയതായിരിക്കാം. വീടിന് സമീപത്ത് മറ്റൊരു കുടുംബം താമസിച്ചിരുന്നു. അവരുടെ മക്കൾ മറ്റെവിടെയാണ് പഠിക്കുന്നത്. അവർ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. 250 ആളുകൾ പ്രദേശത്ത് താമസിച്ചിരുന്നു. എനിക്കവരെ എല്ലാവരെയും അറിയാമെന്ന് ഷിജു പറഞ്ഞു. മേൽപ്പാടി പുതിയ വീട് പണിയുന്ന ഷിജു തൽക്കാലം ചൂരൽമലയിലെ പഴയ വീട്ടിലായിരുന്നു താമസം. ഇത് ഞങ്ങളെ പേടി സ്വപ്നമായി തോന്നുന്നു. ഇങ്ങനെയൊന്നും ഞങ്ങൾക്ക് സംഭവിക്കുമെന്ന് ഞങ്ങൾ പോലും കരുതിയില്ല. ഞങ്ങളെ ചെവിക്കുള്ളിൽ എന്തോ പ്രശ്നമുള്ളതായി തോന്നുന്നുണ്ട്. അത് കതറി വീണ ശബ്ദത്തിൻ്റെ കമ്പനമാകുമെന്ന് ഷിജു പറഞ്ഞു. വയനാട്ടിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളക്കര ഒന്നടങ്കം വലിയ രീതിയിലുള്ള ജീവൻ മരണ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്.